നടപ്പിലാക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പ്രഖ്യാപിച്ചൊക്കെ കണക്കന്നെയും ഉറപ്പാണ് നടപ്പിലാവില്ല. ഫ്രീ ആയിട്ട് പോവാൻ പറ്റുകയെന്നുള്ളത് കൊണ്ടല്ല അവര് പ്രഖ്യാപിച്ചത് നടപ്പിലാക്കും പറഞ്ഞ ഒരു കാര്യമാണ്. സ്കൂൾ കുട്ടികൾക്കായിരിക്കും കോളേജ് കുട്ടികൾക്കായിരിക്കും അധികം ഗുണമുണ്ടാകും. സൗജന്യമായിട്ട് നമുക്ക് എല്ലായിടത്തും നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പോവാലോ. നമസ്കാരം. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ്. അധികാരത്തിലേറിയതിന് പിന്നാലെ നിരവധി ജനപ്രിയ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോൺഗ്രസിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ സൗജന്യ KSRTC യാത്രയായിരുന്നു. UDF തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ മഹിളാ മോർച്ച ഉൾപ്പെടെ എവിടെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് ചോദിച്ചുകൊണ്ട് സമരം നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. ജൂൺ മാസം 15-ാം തീയതി മുതൽ സംസ്ഥാനത്ത് വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ള പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. ഇതിനോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് ചില സ്ത്രീകളുടെ വനിതാ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ ആരായാം. നടപ്പിലാക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ജൂൺ 15-ാം തീയതി സൗജന്യ യാത്ര എന്നാണ് പറയുന്നത്. നടപ്പിൽ വന്നതിന് ശേഷം പറയാന്നുള്ളതാണ്. പ്രയോജനപ്പെടുത്തുമോ അങ്ങനെ സൗജന്യം? പ്രയോജനപ്പെടുത്തും, പക്ഷെ ഈ ഭാഗത്തേക്ക് KSRTC ബസ്സുകളില്ല. അതുകൂടി വേണം. ശരി, വന്നു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. പറച്ചിൽ മാത്രമായ പോലെ പ്രാബല്യത്തിൽ വന്നാൽ നല്ലതായിരിക്കും. നല്ല കാര്യം. സ്ത്രീകൾ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് വരാൻ പോകുന്നതാണ് പറയുന്നത്. ആണെങ്കിൽ എന്തായാലും അത് സ്ത്രീകളെ മാക്സിമം ഉപയോഗപ്പെടുത്തും. നിങ്ങളെങ്ങനെ പ്രൈവറ്റ് ബസ്സിലാണോ KSRTC-യിലാണോ? ഇപ്പൊ നമുക്ക് ഇവിടെ പ്രൈവറ്റ് ബസ് തന്നെയാണ് കിട്ടുന്നത്. KSRTC-ന് കൂടുതലായിട്ട് ഉപയോഗിക്കും. KSRTC റൂട്ടില്ല, റൂട്ട് കൂടി വേണം, ബസ് മാത്രം പോരാ. അതല്ല, നമുക്ക് വേണമെന്നല്ല, എല്ലാ ആൾക്കാർക്കും അത് ഉപയോഗപ്പെടുത്തേതാണ്. അല്ലെങ്കിൽ സംവിധാനം മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക സ്ത്രീ എന്നുള്ള രീതിയിൽ. അതെ, തീർച്ചയായും എന്തെങ്കിലും നടപ്പിലാക്കണം എന്നുള്ള തന്നെയാണ്. അതെ, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഫ്രീ ആയിട്ട് പോവാൻ പറ്റുകയെന്നുള്ളത് കൊണ്ടല്ല അവര് പ്രഖ്യാപിച്ചത് നടപ്പിലാക്കും പറഞ്ഞ ഒരു കാര്യമാണ്. ഒന്നാമത് അത് സന്തോഷം തന്നെ. പിന്നെ സന്തോഷം തന്നെയാണ് എന്തായാലും. നിങ്ങൾ പ്രൈവറ്റ് ബസ്സിലല്ലേ സ്ഥിരമായിട്ട് പോകാം. അതെ, ഇങ്ങനെ സൗജന്യം കിട്ടിക്കഴിഞ്ഞാൽ KSRTC കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ തന്നെ നമുക്ക് പോകുന്ന റൂട്ടില് KSRTC ഇല്ല. അതുകൂടി വേണം. അതുകൂടി വേണ്ടേ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗപ്പെടും? തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പൊ എന്താ ഇനിയിപ്പം നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളല്ലേ, ഇത്തരം KSRTC ഇത്തരം സൗജന്യങ്ങളുമായിട്ട് പ്രയോജനപ്പെടുത്തുമോ? പരമാവധി പ്രയോജനപ്പെടുത്തുന്ന വെച്ചാൽ സ്കൂൾ കുട്ടികൾക്കായിരിക്കും കോളേജ് കുട്ടികൾക്കായിരിക്കും അധികം ഗുണമുണ്ടാകും. കാരണം അവർക്ക് ചില്ലറ പൈസ ആയിട്ട് പോകുന്ന ആൾക്കാരല്ലേ അവര്. അപ്പൊ അവർക്കാവും ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവും. സ്ത്രീകൾക്ക് ഇതുകൊണ്ട് സ്ത്രീകൾക്ക് മെച്ചം ഉണ്ടാവും വിചാരിക്കുന്നു. ഓ, സന്തോഷം. ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ല അത്. സൗജന്യമായിട്ട് നമുക്ക് എല്ലായിടത്തും നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പോവാലോ. ഗവൺമെന്റ് ആ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യാം, അഭിനന്ദിക്കാൻ. ആയിരം അഭിനന്ദനങ്ങൾ. അപ്പൊ സ്ത്രീകൾക്ക് അതുകൊണ്ട് വലിയ മെച്ചം ഉണ്ടാവുന്നുണ്ട്. ഓ, സ്ത്രീകൾക്കല്ലല്ലോ നമുക്ക് മെച്ചം. സ്ത്രീകൾക്ക് മെച്ചം തന്നെയല്ലേ. എന്തെങ്കിലും ഗവൺമെന്റ് അതിന്റെ ആദ്യത്തെ തീരുമാനം തന്നെ എത്ര മാർക്ക് കൊടുക്കും? ഗവൺമെന്റ് ആദ്യത്തെ തീരുമാനത്തിന് 100 ഓക്കെ, ശരി. അപ്പൊ എന്തെങ്കിലും വലിയ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം. സ്ത്രീകൾ മാത്രമായിട്ട് ഇപ്പൊ KSRTC കയറൂല. അപ്പൊ ഇത് പറഞ്ഞാൽ പുരുഷന്മാരും കൂടി അതിൽ കയറുമല്ലോ. അപ്പൊ ഓർക്ക് ഇതിലെങ്ങനെയായാലും ലാഭം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സ്ത്രീകൾ ഒറ്റയ്ക്ക് ആരും വിടൂല. നമ്മളിപ്പോ ഏതൊരു പുരുഷന്മാരും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. ഓർക്ക് അതിലൂടെ ലാഭം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണോ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര? നമ്മൾക്ക് ഒറ്റയ്ക്ക് ആരും സ്ത്രീകൾ ഒറ്റയ്ക്ക് എവിടെയും പോകില്ലല്ലോ, പുരുഷന്മാരും കൂട്ടിയിട്ടല്ല. സന്തോഷം. കാരണം നമ്മളെ ഈ ഭാഗത്തൊന്നും KSRTC ഇല്ലെന്നാണ്. ടൗണിലൊന്നും ഇപ്പൊ ആരും പോയി കയറുമല്ലോ. നമ്മളെ എല്ലാ നാട്ടിലും KSRTC വേണമല്ലോ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പൈസ ജോലിക്കാർക്ക് കൊടുക്കില്ല. എന്നിട്ട് അഞ്ഞിപ്പം പോണ് കിട്ടൂല എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചൊക്കെ കണക്കന്നെയും ഉറപ്പാണ്. നടപ്പിലാവില്ല. ബുദ്ധിമുട്ടിലാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും വലിയൊരു ആഹ്ലാദവുമാണ് ഈ പ്രഖ്യാപനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാത്രക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ പോസിറ്റീവായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ചിലർ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ
സാമ്പത്തിക നിലയൊക്കെ നോക്കി കണ്ടുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ചെറിയ ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലേക്കും KSRTC സർവീസ് ഇല്ല. പ്രഖ്യാപനം മാത്രം പോരാ, KSRTC ബസ്സുകളും അനുവദിക്കണം എന്നുള്ളൊരു പരാതിയും ചില വനിതകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ആഹ്ലാദത്തിന്റെ നിമിഷം തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് പരക്കെയുള്ളത്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തെ വനിതകൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് എനിക്ക് കടത്ത് മറുനാടൻ മലയാളി.